ഇന്ന് നടന്ന ഈ കൂടിക്കാഴ്ച, ഇന്നത്തെ യോഗം, ഈ യോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്ന വലിയ ഗുരുതരമായ ഒരു പ്രശ്നം ഇതാണെങ്കിൽ അവിടെ വരേണ്ടിയിരുന്നത് രാഹുൽ ഗാന്ധിയാണ്, അല്ലെങ്കിൽ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കളാണ്. ഇപ്പോൾ നോക്കൂ, സിദ്ധരാമയ്യയ്ക്ക് പകരം കർണാടകയിൽ നിന്ന് വന്നത് DK ശിവകുമാറാണ്. ആ പൊളിറ്റിക്സും നമുക്കറിയാം. സിദ്ധരാമയ്യയെ അങ്ങനെ തഴഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം തയ്പ്പിച്ചിരിക്കുകയാണ് DK ശിവകുമാർ. അദ്ദേഹം പേഴ്സണലി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പേരെടുക്കാൻ വന്നതേയുള്ളൂ. പക്ഷേ കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാക്കൾ പോലും ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് പറയപ്പെടുന്ന ഈ വലിയ അജണ്ട നിശ്ചയിച്ച ഈ യോഗത്തിനെത്തിയില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ഇന്ത്യ മുന്നണിയിൽ നേരിടുന്നു, അല്ലേ? ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ചുരുക്കി ഒരു മറുപടി പറഞ്ഞ് പോയില്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ അങ്ങ് അഡ്മിറ്റ് ചെയ്തു പോയി എന്ന് കേൾക്കുന്ന ബഹുമാനപ്പെട്ട ജനൻ ടിവിയുടെ പ്രേക്ഷകർ വിചാരിക്കും. താങ്കൾ മറുപടി പറയൂ. ഇപ്പോൾ ഈ കനയ്യകുമാറിന്റെ കാര്യമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. കനയ്യകുമാറിനെതിരെ ഏത് കേസ് ചുമത്തിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നമുക്കറിയാം. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ഒരാൾ ഒരു കാരണവശാലും പുറത്തു വരില്ല. പക്ഷെ കോടതിയിൽ അത് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്ന എവിഡൻസുകൾ മുഴുവൻ ഫേക്ക് ആണ്. അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ വേണ്ടി അന്ന് രാജ്യം മുഴുവൻ കാതോർത്ത സമരമായിരുന്നു എന്ന് JNUവിൽ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് എന്ന നിലയിൽ കനയ്യകുമാർ നടത്തിയത്. അപ്പോൾ കനയ്യകുമാറിനെ കള്ളക്കേസിൽ കുടുക്കി ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരാക്കുക മാത്രമല്ല, സംഘപരിവാറിന്റെ അഭിഭാഷകർ അദ്ദേഹത്തെ ക്രൂരമായി അവിടെ വെച്ച് മർദ്ദിക്കുന്നതെല്ലാം കണ്ടു. കോടതിക്ക് ബോധ്യപ്പെട്ടു അത് ഫേക്ക് ആയിട്ടുള്ള എവിഡൻസ് ആണ്. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് അകത്ത് കിടക്കുന്ന ഒരാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അതൊന്ന്. രണ്ട്, പെഗസസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമേ പറയാം. മറ്റു രാജ്യങ്ങൾക്കെല്ലാം സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പെഗസസിന്റെ സോഫ്റ്റ്വെയർ കൊടുത്തതെങ്കിൽ ഇന്ത്യക്ക് മാത്രം സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സോഫ്റ്റ്വെയർ കൊടുത്തത് എന്ന് ആ കമ്പനി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് ഹിൻഡൻബർഗിന്റെ കാര്യം ചോദിക്കട്ടെ. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനി കമ്പനികൾക്കെതിരെ കേസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അമേരിക്കയിലെ ഫെഡറൽ കോടതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ അത് നടത്തിയിരിക്കുന്ന വഴിവിട്ട് നീക്കത്തിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചു. എന്തിന്റെ പേരിലാണ് ഈ പറയുന്ന അമേരിക്കയിലെ ഫെഡറൽ കോടതി ഈ അദാനിക്കും അദ്ദേഹത്തിന്റെ നെഫ്യൂ, അദ്ദേഹത്തിന്റെ മകനോ അല്ലെങ്കിൽ സഹോദരന്റെ മകനോ എതിരെ കേസ് ചുമത്തിയത്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്ക് 2300 കോടി രൂപ കൈക്കൂലി കൊടുത്തു. അതിന്റെ പേരിൽ അമേരിക്ക കേസ് അദ്ദേഹം പറയുന്നത് ഹിൻഡൻബർഗ് അടച്ചുപൂട്ടി. അതിനെ കാര്യം ഞാൻ പറയാം. ഹിൻഡൻബർഗ് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇലോൺ മസ്കിനെതിരെയാ. ഇപ്പോൾ ഇലോൺ മസ്ക് അമേരിക്കയിലെ സർവശക്തനായ ഒരാളായി മാറിയിരിക്കുന്നു. ട്രംപിന്റെ തന്നെ ഏറ്റവും അടുത്ത വലങ്കയായി മാറിയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? പ്രതികാര നടപടി ആരോപണമൊക്കെ അമ്പേ പൊളിഞ്ഞു വീണ ഒരു വിഷയമല്ലേ? ഹിൻഡൻബർഗ് ഉന്നയിച്ച ഒരു വിഷയം പോലും വളരെ കൃത്യമായി സ്ഥാപിക്കപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് വളരെ കൃത്യമായി രാജ്യത്തിനെതിരെ നടന്ന കൃത്യമായ ഗൂഢാലോചന, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടുത്തെ ചില ആളുകളുമായി പ്രതിപക്ഷവുമായി കൈകോർത്ത് നടത്തിയ നുണപ്രചാരണങ്ങളായിരുന്നു എന്ന് വളരെ വ്യക്തമായതാണ് സാർ പല ഘട്ടങ്ങളിലും. ഞാൻ ആ വിഷയത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുകൊണ്ടല്ല, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ അല്ലെങ്കിലും ആ വിഷയത്തിലേക്ക് നിങ്ങൾ കടക്കില്ല, വളരെ കൃത്യമായി അതറിയാം. കാരണം ഹിൻഡൻബർഗ് കമ്പനി പോലും നിലനിൽക്കുന്നില്ലല്ലോ ഇപ്പോൾ. ട്രംപ് വന്നപ്പോൾ അത് അടച്ചുപൂട്ടി. അങ്ങനെ നിർഭയം പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് തുടരാൻ കഴിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ട്രംപ് വന്നപ്പോൾ പൂട്ടിപ്പോയി. ട്രംപും ഭാരതവും തമ്മിലുള്ള, ഭാരതത്തിന്റെ നേതാക്കളുമായുള്ള ബന്ധമൊക്കെ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ പണിയൊക്കെ മതിയാക്കി പോയത്. ശ്രീ റോണി കെ ബേബി, ഇന്ത്യയെ പേടിച്ചൊന്നുമല്ല. ഇന്ത്യ ഇലോൺ മസ്ക് എന്താണ്, ട്രംപിന്റെ സമീപനം എന്താണെന്നും അദ്ദേഹത്തിന്റെ നയപരിപാടി എന്താണെന്നും അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടുന്നതും ഒക്കെ വളരെ വ്യക്തമായിട്ടറിയാം. ഇവിടെ ഇലോൺ മസ്ക് ട്രംപിനേക്കാൾ ഒരു പക്ഷേ വലിയ ഒരു സർവശക്തനായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് കമ്പനി അടിച്ചുപൂട്ടി, അത്രേ ഉള്ളത്. അല്ലാതെ അതിന്റെ ഇന്ത്യൻ സ്വാധീനമൊന്നുമല്ല. അവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ അവിടെ നിൽക്കുന്നു. അതോടെ നിൽക്കുന്ന എല്ലാ വിഷയത്തിലേക്ക് പോകുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. ഇവിടെ എന്നോട് നീലമ ചോദിച്ചു, എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയില് പിന്നെ രാഹുൽ ഗാന്ധി യോഗം വന്നത്? അത് ഇതൊരു സംസ്ഥാന അടിസ്ഥാനത്തിൽ. കാരണം എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനം ഇവിടെ അല്ലാതെ ഉത്തരേന്ത്യയിൽ സീറ്റുകൾ കൂടുന്നു? അതൊന്നുമില്ല ഇവിടുത്തെ പ്രശ്നം. കാരണം എന്താ, ഇവിടെ ഉത്തരേന്ത്യയിലും സൗത്ത് ഇന്ത്യയിൽ അല്ലെ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ ഒരു ഇൻബാലൻസിങ് ഉണ്ടാകുന്നു, ഒരു അസമത്വം ഉണ്ടാകുന്നു.
ഇപ്പോൾ നിലവിൽ കാരണം പല കാര്യങ്ങളില് ഇവിടെ ഈ പറയുന്ന മണ്ഡലം മാത്രമാണ് പ്രശ്നം. സാമ്പത്തിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളില് ഇവിടെ എന്താ, ഇവിടെ ഇന്ത്യയുടെ GDP-യിലേക്ക് 30% സംഭാവന ചെയ്യുന്നത് ഈ 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ്. പക്ഷെ തിരിച്ചു കിട്ടുന്നതോ വെറും 15.8. ഞാൻ കൃത്യം കണക്ക് പറയാം. 1 രൂപ നമ്മൾ ദേശീയ ഖജനാവിലേക്ക് നമ്മൾ നികുതിയായി കൊടുക്കുമ്പോൾ അതിന് 7 രൂപ പോകുന്നത് ഉത്തർപ്രദേശിനാണ്, 6 രൂപ പോകുന്നത് ബീഹാറിനാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ കേരളത്തിൽ കിട്ടുന്നത് വെറും 50 പൈസയിൽ താഴെയാണ്. നമ്മുടെ പ്രശ്നം ഇവിടെ കൃത്യമായി തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഞാൻ പറയാം. 14ാം ധനകാര്യ കമ്മീഷൻ 3.60% ഈ ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര പദ്ധതി വിഹിതമായി അനുമതി ചെയ്തതെങ്കിൽ 15ാം ധനകാര്യ കമ്മീഷൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ ജനസംഖ്യ നിയന്ത്രിച്ചത് ഒരു ബാഡ് മാർക്കാണ്, സൂത്രം നടപ്പാക്കിയത് ഒരു ബാഡ് മാർക്കാണ്, അതൊക്കെ നെഗറ്റീവാണ്. ഇങ്ങനത്തെ ക്രൈറ്റീരിയ വെച്ച് എന്ത് ചെയ്തു? അല്ല ശ്രീ റോണിക്ക് ബേബി, ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഇത് 2014 ശേഷം വന്ന ഒരു പ്രതിഭാസമാണോ? ഈ പറയുന്ന സൗത്ത് നോർത്ത് ഡിവൈഡ് എന്ന് പറയുന്നത് 2014 മുൻപ് ഉണ്ടായിരുന്നോ? കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു കേരളത്തെ അടക്കം നിങ്ങൾ ട്രീറ്റ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ അറിയാം. കേരളം കോൺഗ്രസ് ഭരിക്കുമ്പോൾ, കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തെല്ലാം കേരളത്തോടുണ്ടായ അവഗണനകൾ നിങ്ങൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലല്ലോ ഇപ്പോഴത്തെ സ്ഥിതി. പുനർനിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഞാൻ പറയാം. 1971 വരെ കൃത്യമായി ഇവിടെ ഓരോ 10 വർഷം കൂടുമ്പോഴുള്ള സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടന്നിരുന്നു. 61-ലും 71-ലും എല്ലാം നടന്നിരുന്നു. പക്ഷെ 76-ൽ 2 അമെന്റ്മെന്റ് നിയമം ശ്രദ്ധിക്കണം. 76-ൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നു, 2001-ൽ വാജ്പേയി സർക്കാർ കൊണ്ടുവന്നു. 76-ൽ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാർ, 2001-ൽ വാജ്പേയിയുടെ BJP സർക്കാർ. 76-ൽ 42-ാം അമെന്റ്മെന്റും 2001-ൽ 91 അമെന്റ്മെന്റും എന്താ കൊണ്ടെന്ന് അറിയോ? 25 വർഷത്തേക്ക് ഫ്രീസ് ചെയ്തു. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ, സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ ഇനി ഈ പറയുന്ന പുനർനിർണയിക്കേണ്ട, മണ്ഡലങ്ങൾ കൂട്ടണ്ട. അതിന് കാരണം എന്താ പറഞ്ഞറിയോ? 60-കളിലും 70-കളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ നല്ല രീതിയിൽ ആസൂത്രണ കാര്യങ്ങൾ നടപ്പാക്കി ജനസംഖ്യ നിയന്ത്രിച്ചു. അതിന്റെ പേരിൽ ആ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ആ 2026-ൽ ആ 25 വർഷത്തെ ഫ്രീസിംഗ് ഇല്ലാതാക്കിയപ്പോൾ വ്യക്തമായി തന്നെ ഇവിടെ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഇതിനു മുമ്പ് സെൻസസ് നടക്കാതിരുന്നിട്ടില്ല. 41-ൽ 2ാം ലോകമഹായുദ്ധം നടന്നു, ഇവിടെ സെൻസസ് നടന്നു. 61-ൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നു, സെൻസസ് നടന്നു. 71-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു, സെൻസസ് നടന്നു. പക്ഷെ 2021-ൽ ഇവിടെ സെൻസസ് നടന്നില്ല. കൃത്യമായി ഇപ്പോൾ 2026-ൽ 25 വർഷത്തെ ഫ്രീസിംഗ് കാലാവധി ഇല്ലാതാകുമ്പോൾ ഇവിടെ സെൻസസ് നടക്കാൻ പോകുന്നു, മണ്ഡല പുനർനിർണയം നടക്കാൻ പോകുന്നു. ഇപ്പോൾ 25% മുകളിലുള്ള സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്നായിരുന്നെങ്കിൽ ഇനി മണ്ഡല പുനർനിർണയം കഴിയുമ്പോൾ അത് 15% പോകുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ പല കാര്യങ്ങളിലും വിവേചനം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ത്രിഭാഷ പദ്ധതി, ഇംഗ്ലീഷ് മാത്രം നിർബന്ധമായി പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിനൊപ്പം ഹിന്ദിയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പഠിക്കണം. ബീഹാറിന്റെയും ഒക്കെ വലിപ്പമാണോ കേരളത്തിനുള്ളത്? എനിക്ക് ചോദ്യം കേട്ടില്ല, ഒന്നും പറയാമോ? കേരളത്തിന്റെ വലിപ്പം ഈ ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും ഒക്കെ പോലെയാണോ? ഉൾക്കൊള്ളാവുന്ന ഒരു ജനസംഖ്യയ്ക്ക് ഒരു കണക്കുണ്ട്. അല്ല, ഇതിനു മുമ്പ് മണ്ഡല പുനർനിർണയം നമ്മൾ ഇവിടെ തീരുമാനിച്ചപ്പോഴല്ല, സംസ്ഥാന അടിസ്ഥാനത്തിലായിരുന്നു. ഡിപ്പെൻസ് ഓൺ ദ പോപ്പുലേഷൻ. അതുകൊണ്ടാണ് സിക്കിമിൽ 50,000 ജനസംഖ്യ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഉത്കണ്ഠ എന്നൊന്ന് വ്യക്തമാക്കാമോ? ഏതെങ്കിലും വിധത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ മണ്ഡല പുനർനിർണയം നടക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആശങ്കപ്പെടുന്നത്? ഇപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നത് 2056 വരെ നിലവിലുള്ള സ്ഥിതി തുടരണമെന്നാണ്. അതായത് അടുത്ത തലമുറകളെ കൂടി കണ്ടുകൊണ്ടാണ് ഈ പ്രതിപക്ഷ കക്ഷിയിലെ രാഷ്ട്രീയ നേതാക്കൾ വലിയ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത്. അതൊരു രാഷ്ട്രീയ അജണ്ടയായി കൊണ്ടുവരികയാണോ? 2056 എന്ന് പറയുന്ന നമ്പറിന് എന്താണ് പ്രസക്തി? ഇവിടെ നീലിമ ചോദിച്ച ചോദ്യത്തോട് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാം. അതിന് ഞാൻ ബഹുമാനോട് ശ്രീപത്മനാഭൻ പറഞ്ഞ ഒരു പോയിന്റുമായി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. അദ്ദേഹം ഇവിടെ ഹരിയാനയുടെയും മഹാരാഷ്ട്രയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു. അവിടേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഞങ്ങൾ കൃത്യമായി അതിനകത്ത് സംശയമുണ്ടെന്ന് ഞാൻ ഉദാഹരണം പറയാം. അവിടെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കുവാൻ ചണ്ഡീഗഡിലെ ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ മാറ്റം വരുത്തി. എന്നിട്ട് പറഞ്ഞു CCTV ക്യാമറ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന പബ്ലിക് ഇനി ചോദിച്ചാൽ കൊടുക്കേണ്ടതില്ല. നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് ഡോക്യുമെന്റും പബ്ലിക്
ആവശ്യപ്പെട്ടാൽ കൊടുക്കണമെന്നായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ അമെന്റ്മെന്റ് വരുത്തി CCTV പോലെയുള്ള ഒരു എവിഡൻസും കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരാണ്. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിയമം കൊണ്ടുവന്നു? രണ്ട്, ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ ബോംബെ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകിയ സംസ്ഥാനത്ത് 1 മണിക്കൂറിൽ 75 ലക്ഷം വോട്ടുകൾ വോട്ടെണ്ണുന്നതിന് 10 മണിക്കൂർ മുമ്പ് വരെ ഓരോ ദിവസവും ഇവിടെ ഈ കമ്പാരിസൺ വില കൂടുന്നത് പോലെ അല്ലെങ്കിൽ കുറയുന്നത് പോലെ ഈ പറയുന്ന വോട്ട് ശതമാനം കൂടിക്കൊണ്ടിരിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടാ 2%, 3% വെച്ച് തെരഞ്ഞെടുപ്പിന്റെ ശതമാന കണക്ക് കൂടുക. വളരെ ന്യായമായിട്ടുള്ള ശിക്ഷയുണ്ട്. ബോംബെയിൽ തന്നെ ഒരു കെട്ടിടത്തെ ബേസ് ചെയ്ത 6000 പുതിയ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യത വരുത്തിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ബോധ്യം. അങ്ങനെയല്ലേ? അത് ഇപ്പൊ ഉമർ അബ്ദുള്ള പറഞ്ഞത് കേൾക്കുക. എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ. ഉമർ അബ്ദുള്ളക്ക് ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ്, കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിലോ കൃത്രിമം നടന്ന തെരഞ്ഞെടുപ്പാണെന്ന് അങ്ങോർക്ക് പറയാൻ പറ്റൂല. കാരണം അങ്ങോര് 50 സീറ്റ് കിട്ടി ജയിച്ച് അധികാരത്തിൽ വന്നതാണ്. അങ്ങോർക്ക് അത് പറയാൻ പറ്റുമോ? കേവല ഭൂരിപക്ഷം അങ്ങോർക്ക് കിട്ടിയല്ലോ എവിടെ, ഈ ജമ്മു കാശ്മീരിൽ. അപ്പം അങ്ങോർക്ക് അത് പറയാൻ പറ്റില്ല. ഹേമന്ത് സോറൻ പറയോ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലും കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് ഹേമന്ത് സോറൻ പറയോ? പറയില്ല. അതുകൊണ്ടാണ് ഈ ഒമർ അബ്ദുള്ള പറഞ്ഞത് നിങ്ങൾ തോൽക്കുമ്പോൾ ഇങ്ങനെ പറയരുത്. തോൽക്കുമ്പോൾ ഈ വോട്ടിംഗ് മെഷീന് കുറ്റമാണ് എന്ന് പറഞ്ഞ് 14 കേസാണ് സുപ്രീം കോടതി തീരുമാനാക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 ദിവസം വോട്ടിംഗ് മെഷീൻ അവരുടെ കമ്മീഷൻ ഓഫീസിൽ വെച്ചിട്ട് പറഞ്ഞു, ആരെങ്കിലും വന്നിട്ട് ഇതിൽ കൃത്രിമം ഇങ്ങനെ കാണിക്കാൻ പറ്റും എന്നൊന്ന് കാണിച്ചു തരുമോന്ന്. കാരണം ഓരോ ഇലക്ഷൻ മെഷീനും ഓരോ എൻറ്റിറ്റിയാണ്. ഓരോ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ വേറെ ഒന്നുമായി കണക്റ്റഡ് അല്ല. അതിൻ്റെ ബാറ്ററി, അതിൻ്റെ ഹാർഡ് ഡിസ്ക്, അതിൻ്റെ ഡാറ്റ അത് അവിടെ അവസാനിക്കുന്നു. അതിന് വേറെ ഒന്നിന് കൈമാറാനുള്ളൊരു ലാൻഡിംഗ് സമ്പ്രദായം പോലുമില്ല. അതൊരു എൻറ്റിറ്റിയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് കൃത്രിമം കാണിച്ചതാണ്. അപ്പൊ ആം ആദ്മി പാർട്ടിക്കാർ ബഹുരസികന്മാരാണല്ലോ, അവർ പറഞ്ഞു നിങ്ങളുടെ വോട്ടിംഗ് മെഷീനിൽ ഞങ്ങൾ കൃത്രിമം കാണിച്ചു തരാൻ ഞങ്ങൾക്കാവില്ല, ഞങ്ങളൊരു വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇവരെ വോട്ടിംഗ് മെഷീൻ വെച്ചിട്ട് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നത്. ഇങ്ങനത്തെ കോമഡിയാണ് അന്ന് അവിടെ നടന്നത്. അപ്പൊ ഇതൊക്കെ ഇന്ത്യയിലെ ഒരു കോടതി